മരം എടുക്കും. മരം എത്ര വർഷം പഴക്കം ഉണ്ടാകും നോക്ക്. അതിന്റെ വേര് കണ്ടോ? ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കർണാടകയിലെ കാപ്പി മുളക് തോട്ടമാണ് ഇത്. നന്നായി മുളകൊക്കെ വരുന്നുണ്ടോ? കുരുമുളക്. ഈ വർഷത്തെ പാട്ടത്തിനെടുത്ത സ്ഥലമാണ് ഇത്. ഇഞ്ചി കൃഷി എല്ലാം മുളച്ചിട്ടുണ്ട്, മുള വന്നിട്ടുണ്ട്. ഇഞ്ചി കൃഷിയാണിത്. ഹസ്ബൻഡ് PW കോൺട്രാക്ടറാണ്. ഇത് സൈഡ് ചെയ്യുന്നതാണ് ഇങ്ങനെ കൃഷി. കുഴപ്പമില്ല, കുറേശ്ശെ ലാഭം വരുന്നുണ്ട്. अक्षय चुमी ఇంచి పడుతుంది చెట్టు അതെന്തോ വിത്തിട്ടിട്ടുണ്ടല്ലോ. മോനെ ഇതാ പൊളച്ച് വരുന്ന പൂട്ടുന്നുണ്ട്. ഇതുണ്ടോ? അതാണ് പപ്പ ചവിട്ടണ്ട പറഞ്ഞത്. മധ്യ പോയി ഈ വെയിലത്ത് നിങ്ങളെ പുറകോടി വന്ന് എന്ത് ചെയ്യും? അച്ചിങ്ങ തെയ്യാണ് ഇത്. 1 ഏക്കർ പയർ കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. പച്ചക്കറി നേടാൻ വേണ്ടിയിട്ട് 1 ഏക്കർ വിട്ടിരിക്കുകയാണ്. ഇത് മറ്റേതൊക്കെ ഇഞ്ചി കൃഷിയാണ്. ഇത് സൈഡായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് കോൺട്രാക്ട് പണീൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് 1 ഏക്കർ ഇങ്ങനെ വിട്ടിരിക്കുക. അതെന്തോ ഒരു വിത്ത് പാകിയിട്ടുണ്ട് അവിടെ. അത് എന്താണെന്ന് അറിയില്ല. അതാ അവൾ മുളച്ചിട്ടുണ്ടല്ലോ. അത് പോയി വീഡിയോ നോക്കുന്നുണ്ടല്ലോ. അതിന് ഞങ്ങള് സർഗൂര് വരുമ്പോ ഇങ്ങോട്ട് വരും, ബോറടിക്കുമ്പോ. ഏയ് മുള്ളുണ്ട്, ഇവിടെ ഉണ്ട്. നടക്കണ്ട, ഇങ്ങോട്ടുണ്ട്. ഇവിടെ ഇട്ടത്ര വന്നില്ല. അപ്പൊ അവരെന്താക്കി ഇങ്ങനെ ആക്കി. എന്താ അറിയില്ല, നല്ല സുഖമുണ്ട്. ഇത് ഒരു മാവാണ് ഇത്. പക്ഷെ കായ്ച്ചിട്ടില്ല. തണലിന് നല്ല സുഖമുണ്ട്. ഇത്രയും പരന്ന സ്ഥലത്ത് ഫുള്ളും പയറ് കൃഷിയാണ് ഇത്. ഇപ്പുറത്തൊക്കെ ഇഞ്ചി കൃഷി. ഇഞ്ചി നട്ടിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ടുള്ളൂ. ഇത്രയും മുളച്ചിട്ട് മുള വന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊക്കെ ഇത് ഓണർ, ഈ സ്ഥലത്തിൻ്റെ ഓണർ തെങ്ങിൻ തൈ നട്ടിട്ടുള്ളതാണത്. തെങ്ങിൻ തൈ. നിങ്ങൾ എന്തെങ്കിലും പറ അക്ഷയ് ചുമ്മി ഈ പ്ലേസിനെ പറ്റി. അവൾക്ക് കുറച്ച് അപ്പുറത്ത് കുറച്ച് നെടുങ്കാറിന് എഫക്റ്റ് ഉണ്ട്. അടക്കത്തോട് അപ്പുറത്ത് കുറച്ച് വയനാട്, ഇത് കുറച്ച് ಮಂಗಳೂರು ಟಚ್ ಉಂಟು. ಒಂಚಿಗೆ ಇಂಚಿಗೆ ಮಂಗಳೂರು ಟಚ್, ಅಂಚಿಗೊಂತೆ ಮೇಪಾಡಿ ಟಚ್, ಅಂಚಿಗೊಂಚೂರು ಬಡವಂಜಲ್ ಟಚ್. അത് പപ്പ പണി സാധനങ്ങൾ, മരുന്ന് അടിക്കുന്ന മെഷീന്, വളം ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഷെഡ് കെട്ടിയിരിക്കുകയാണ്. പപ്പേൻ്റെ റെസ്റ്റിംഗ് ടൈം, റെസ്റ്റിംഗ് റൂം.
പാമ്പൊക്കെ ഉണ്ടാവും. ഇതുണ്ടോ ഉരുളക്കിഴങ്ങ് കണ്ടോ? കല്ല് കല്ല് കല്ല്. ബായ് പണില്ലയോ? ബായ്. ഞങ്ങൾ ഇന്ന് ഇഞ്ചിയിലെ ഇത് കൃഷി മുള വന്നിട്ട് നിന്ന് കാണാൻ വന്നതാണ്.